ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കർക്കിടക മാസം വരുന്നുണ്ടാണ്. കർക്കിടക മാസം പ്രതിരോധശേഷി കുറഞ്ഞ് പലതരം അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. പ്രതിരോധശേഷി കൂട്ടാനും നടുവേദന മാറാനും രക്തക്കുറവ്, കൊളസ്ട്രോൾ, അമിതവണ്ണം, രക്തസമ്മർദ്ദം, സന്ധിവേദന, നീർക്കെട്ട് മാറാനും വായുകോപം മാറാനും തണുപ്പിനെ പ്രതിരോധിക്കാനും ശരീരബലത്തിനും ഒക്കെ വളരെ നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാനും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ഒക്കെ നല്ലതാണ് ഈ മരുന്നുണ്ട കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. ഇത് തയ്യാറാക്കാനായി അധികം സമയമൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതുപോലെയുള്ള ഈ ഒരു പൊടി വാങ്ങിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആയുർവേദ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേവ് മരുന്ന് പൊടി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മരുന്നുണ്ടി ഉണ്ടാക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ കിട്ടും. അങ്ങനെ വാങ്ങിച്ച പൊടിയാണിത്. ഈ പൊടി കൊണ്ടാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര, പനഞ്ചർക്കരയാണ് എടുത്തിട്ടുള്ളത്. പനഞ്ചർക്കര പൊടിച്ചത് 1 കപ്പ്. മധുരമൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇത് ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. പനഞ്ചക്കര ചേർത്ത് 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നിത് അലിയിച്ചെടുക്കണം. അലിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് എള്ളെണ്ണ, 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എള്ളെണ്ണയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോളിലുള്ളവരാണെങ്കിൽ എള്ളെണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി കറുത്ത എള്ള്, വെളുത്ത എള്ള്, കരിഞ്ജീരകം, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, 2 ടീസ്പൂൺ കറുത്ത എള്ള്, 2 ടീസ്പൂൺ കരിഞ്ജീരകവും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും. മുന്തിരി, അണ്ടിപ്പരിപ്പ്, എള്ള്, ജീരകം, കരിഞ്ജീരകം എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊടിച്ചിട്ട് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർ പൊടിച്ച് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടി ചേർത്ത ശേഷം ഇളക്കി കൊടുത്ത് ഇനി കുറച്ചായി പൊടി ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിത് ഉരുളയാക്കി എടുക്കേണ്ട വിധത്തിൽ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നോക്കി പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി ആദ്യം കുറച്ചായി ഇട്ട് ഉരുളയാക്കാൻ പറ്റുന്ന വിധത്തിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ പൊടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും കർക്കിടക മാസത്തിൽ മരുന്ന് കഴിക്കാം, ആരോഗ്യം നന്നാക്കാം. നടുവേദനക്കൊല്ലം വളരെ നല്ലതാണ് ഈ മരുന്നുണ്ട. പണ്ട് കാലങ്ങളിൽ അമ്മമാരൊക്കെ നല്ല ആരോഗ്യവും നടുവേദനയൊന്നും ഇല്ലാതിരിക്കുന്നത് ഇതുപോലെയുള്ള മരുന്നുണ്ടാക്കി കഴിക്കുന്നതുകൊണ്ടാണ്. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ തേനും ഇതൊന്നും വാങ്ങാൻ ഇല്ലാത്തവർ ഇതിലുള്ള ചതൂപ്പിയും അയമോദകവും മാത്രം അരച്ച് രാത്രി ദോശക്കല്ലിൽ ഒഴിച്ച് വെക്കും. രാവിലെ അത് കഴിക്കും. ഇനി ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മരുന്നുണ്ട തയ്യാറായി. സമയമില്ലാത്തവരൊക്കെ ഇതുപോലെ പൊടി വാങ്ങിച്ച് ഉണ്ടാക്കിയാൽ മതി. മുന്തിരിയും എള്ളൊന്നും പൊടിക്കാതെ ഇട്ടതുകൊണ്ടാണ് ഇതുപോലെ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പൊടിച്ച് ഉണ്ടാക്കിയെടുക്കാം. കഴിക്കുന്ന സമയത്ത് മുന്തിരിയും ഒക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പൊടിക്കാണ്ട് ചേർത്തിട്ടുള്ളത്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും.
ഞാൻ മരുന്നുണ്ടേരെ വീഡിയോസ് കുറച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.